നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഈ ഓണവും കളറാക്കണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നത് ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ചാണ്. നമ്മൾ എപ്പോഴും മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മാത്രമേ ഏത് കൃഷിയായാലും വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സമയത്താണ് ചെണ്ടുമല്ലി തൈകൾ നടേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു വിശദമായ വിവരണമാണ് പറയുന്നത്. കുറച്ച് ലോങ് വീഡിയോ ആണെങ്കിലും നിങ്ങൾ കേൾക്കുക, കേട്ട് മനസ്സിലാക്കിയതിൻ്റെ ശേഷം നിങ്ങളത് ചെയ്ത് പ്രാവർത്തികമാക്കുക. ഈ വർഷം അത്തം വരുന്നത് ഓഗസ്റ്റ് 16-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാൽ ഏകദേശം 25-26-ന് തിരുവോണം. അപ്പോൾ അത്തത്തിന് നമുക്ക് പൂക്കളത്തിലേക്ക് പൂ പൊട്ടിച്ചു തുടങ്ങണം. അത്തത്തിന് പൂ പൊട്ടിച്ചു തുടങ്ങണമെങ്കിൽ 15 ദിവസം മുന്നെങ്കിലും മൊട്ട് വന്ന് തുടങ്ങണം. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 16-ന് പൂ പൊട്ടിച്ചു തുടങ്ങണമെങ്കിൽ ഓഗസ്റ്റ് 1 ആവുമ്പോഴേക്കും 1-ന് മൊട്ട് വരണം. ഏകദേശം ഒരു കണക്കാണ് കേട്ടോ. കാലാവസ്ഥയുടെ വ്യതിയാനത്തിനനുസരിച്ച് മാറ്റം വരും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തു വന്ന രീതി അനുസരിച്ച് ഏകദേശം 60-65 ദിവസം പിന്നേക്ക് കൗണ്ട് ചെയ്യുമ്പോൾ ജൂലൈ 16, ജൂൺ 16-ന് 60 ദിവസം പിന്നിലേക്ക് വരും. അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കൂടി കണക്കൂട്ടിയാൽ ജൂൺ 11 വരും. അപ്പോൾ നമ്മൾ ജൂൺ 11 തൊട്ടിട്ട് ഓഗസ്റ്റ് 16 വരെയുള്ള ആ സമയം ഏകദേശം 65 ദിവസത്തോളം വരും. ഏകദേശം ഒരു കണക്ക് അതിൻ്റെ ചെടിയുടെ മൂപ്പിനനുസരിച്ച്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നല്ലൊരു തയ്യ് കൃത്യമായ വളർച്ചയുള്ള 1 മാസം, അതായത് 25 മുതൽ 30 ദിവസം പ്രായം കൃത്യമായ, അല്ലെങ്കിൽ 20 ദിവസം മുതൽ 30 ദിവസം വരെ ഇടയിലുള്ള കൃത്യം 1 മാസം മൂപ്പായ തയ്യാണ് നിങ്ങൾ നടുന്നത് എങ്കിൽ നിങ്ങൾക്ക് ജൂൺ 11 എന്ന ഡേറ്റിന് നടാം, ഒരു കണക്ക്. പക്ഷെ ഈ 11 തൊട്ടിട്ട് നമുക്ക് ജൂൺ 16 വരെയുള്ള ഡേറ്റിന്റെ ഉള്ളിൽ നട്ടാലും വലിയ വ്യത്യാസം വരില്ല. അതെന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുന്ന വളത്തിന്റെ അളവിലും സമയത്തിലും മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഏകദേശം ഒരു കണക്ക് പ്രകാരം ജൂൺ 10-ന് ശേഷമുള്ള ദിവസങ്ങളിൽ നമുക്ക് തൈ നടാം. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന തൈയിന്റെ മൂപ്പ്. ഈ തൈയിന്റെ മൂപ്പ് 1 മാസമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സമയത്ത് കൃത്യമായി പൂ കിട്ടും. ഇനി നിങ്ങൾക്ക് തരുന്ന ഏജൻസിയുടെ കയ്യിൽ നിന്നുള്ള തയ്യില് മൂപ്പ് കൂടിയാലും മൂപ്പ് കുറഞ്ഞാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മൂപ്പ് കൂടുതൽ തയ്യ്, വളരെ കാലം മുന്നേ മുളപ്പിച്ചു വെച്ച തയ്യാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കുക. നല്ല തയ്യാവും, നല്ല സ്ട്രോങ് തയ്യാവും. അപ്പൊ നമ്മൾ സന്തോഷത്തോട് കൂടി വെച്ചു. പക്ഷെ ആ ചെടിയുടെ ഒരു പ്രായം ഏകദേശം 40-45 ദിവസം പിന്നിട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന തയ്യ് ഏകദേശം 40-45 ദിവസം വളർച്ച ഉള്ളതായിരിക്കും. പക്ഷെ വലിപ്പം കുറവ് ആണെന്നുള്ളൂ, അതിന്റെ മൂപ്പുണ്ടായിരിക്കും. ആ തയ്യ് നിങ്ങൾ കൊണ്ടിട്ടാൽ സ്വാഭാവികമായും അതിന്റെ ഒരു കൃത്യമായ പൂവിടൽ സമയമുണ്ട്. ആ സമയത്ത് പൂവിടും. അപ്പൊ എന്ത് സംഭവിക്കും വെച്ചാൽ അത്തത്തിന്റെ ഒരു 15-20 ദിവസം മുന്നേ തന്നെ പൂവ് ഒരുവിധം വിരിഞ്ഞു കഴിയും. മൂപ്പ് കൂടിയ തയ്യാണ് വെച്ചതെങ്കിൽ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ മൂപ്പ് കൂടിയ തൈ വെച്ചാൽ നമുക്ക് വേഗത്തിൽ പൂവ് വിരിയും. അപ്പൊ അതൊരു പ്രശ്നം. അത് ഏത് സമയത്താണ് വെക്കുക? ജൂൺ 11-15 ഉള്ളിലൊക്കെ വെക്കുകയാണ്. മൂപ്പ് കൂടിയ തൈ വെച്ചാൽ നമുക്ക് വിചാരിച്ച സമയത്ത് പൂ കിട്ടില്ല. അതിന്റെ മുന്നേ തന്നെ പൂട്ട് തീരും. നമ്മൾ അതിനനുസരിച്ച് നല്ല വളം കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കിട്ടിയ തൈ മൂപ്പ് വളരെ കുറവാണെന്ന് കരുതുക. ഒരു 15 ദിവസം 20 ദിവസത്തിന്റെ ഉള്ളിലുള്ള ചെറിയ തൈയാണെന്ന് കരുതുക. അതും നിങ്ങൾ കുഴിച്ചിടുന്നത് നമ്മൾ പറയുന്ന ഈ ജൂൺ 11-ന്റെയും 15-ന്റെയും ഇടയിലുള്ള ഒരു ദിവസമാണ് നിങ്ങൾ കുഴിച്ചിട്ടെന്ന് കരുതുക. അപ്പൊ എന്ത് സംഭവിക്കും? മൂപ്പ് കുറഞ്ഞ തൈയാണ്. അതിന് എത്ര വളം കൊടുത്താലും നമുക്ക് പൂവിടല് ഓണം കഴിഞ്ഞിട്ടുള്ള സമയത്തേക്ക് മാറിപ്പോകും. അപ്പൊ ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓണം കഴിഞ്ഞിട്ടാണ് ആളുകൾക്ക് നല്ലോണം പൂവുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് അത്തത്തിന്റെ മുന്നേ നന്നായി പൂവിടണം. ഇതൊരു ഏകദേശം നമ്മൾ ചെയ്തിട്ടുള്ള ഏകദേശം ഒരു കണക്കാണ്. അത് നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചിട്ടും ഇന്റർനെറ്റ് വരുത്തിയിട്ടും ഒക്കെ, ലേഖനങ്ങൾ വായിച്ചിട്ടും ഒക്കെ ഇതിന്നുള്ള ഡാറ്റകൾ കളക്ട് ചെയ്ത്, പിന്നെ കഴിഞ്ഞ കൊല്ലം കൃഷി ചെയ്ത ആളുകൾക്ക് അതിന്റെ ചാർട്ട് ഞാൻ എല്ലാ ആളുകളോടും പറയുന്നത്, അത് നിങ്ങൾ കൃഷി ചെയ്യുന്നത് മുതൽ വളം കൊടുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ വിവരങ്ങളും ഒരു ചാർട്ടിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡേ അറിയാൻ പറ്റും. ഇനി ഒരാൾക്ക് നല്ല മൂപ്പുള്ള തയ്യാണ് കിട്ടിയത്, പക്ഷെ അയാൾ പിന്നെ ആ തൈ കിട്ടിയപ്പോഴേക്കും കുറെ വൈകി. പേടിക്കണ്ട. കാരണം കുറച്ച് മൂപ്പുള്ള തയ്യാണെങ്കിൽ നമുക്ക് ജൂൺ 11 നടുന്നതിന് പകരം ജൂൺ 25 നട്ടെന്ന് കരുതുക. മൂപ്പുള്ള തൈ
അപ്പോഴേക്കും ടൈം കറക്റ്റ് ആവുമല്ലോ. കാരണം തയ്യിന്റെ മൂപ്പ് പ്ലസ് നമ്മൾ വളർത്തുന്ന സമയം ടോട്ടൽ 65 ദിവസം എന്നുള്ള കണക്കിലേക്ക് വരുമ്പോൾ 90 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കൃത്യമായിട്ട് ആ ടൈമിൽ പൂവിടും. അപ്പൊ ഇത് അറിഞ്ഞ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പലരും കമന്റ് ഇടും, ഞങ്ങൾക്ക് ഈ വളമൊന്നും ഇടാണ്ടെയും പൂവിടുന്നുണ്ട്, ഈ ഇതൊന്നും പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാണ്ട് ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയും. അതൊക്കെ ഓരോരുത്തരുടെ മണ്ണിന്റെ ഗുണവും അവരുടെ പ്രവർത്തനത്തിന്റെ ഗുണമാണ്. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ മണ്ണ് ഫലഭൂയിഷ്ടമായതായിരിക്കാം, നല്ല പരിപാലനമായിരിക്കാം, നല്ല അറിവുള്ളവരായിരിക്കാം. എന്നാൽ ആദ്യമായി ചെയ്യുന്ന ആളുകൾക്ക് വളപ്രയോഗത്തിന്റെ രീതി കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നൈട്രജന് പകരം പൊട്ടാഷ്യം ഇട്ട് കൊടുത്താൽ ചെടി തൈ കൊണ്ടുവച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ പൂവിടും. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഷത്തെ ഓണവും നമുക്ക് കളറാക്കാം എന്ന് വിചാരിക്കാം. നമുക്ക് നല്ല രീതിയിൽ തൈകൾ നട്ട് തുടങ്ങാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹൈബ്രിഡ് തൈകൾ നമ്മളെ കയ്യിൽ മുളപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ മുൻകൂട്ടി മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ജൂൺ, നിങ്ങൾ ശ്രദ്ധിക്കുക, എവിടെ നിന്ന് തൈ മേടിക്കുകയാണെങ്കിലും ജൂൺ 10-15 ഉള്ളിൽ നിങ്ങൾക്ക് നടന്നെങ്കിൽ അതിനനുസരിച്ചുള്ള സമയത്ത് 2-3 ദിവസം മുന്നേ നിങ്ങൾക്ക് തൈ കിട്ടണം. ആ തൈ കിട്ടുന്നത് ഏകദേശം നല്ല ഈ പറഞ്ഞ മൂപ്പുള്ളതായിരിക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പൊ കൃത്യമായ കഴിഞ്ഞ കൊല്ലം നമ്മളുടെ അണ്ടറിൽ ചെയ്ത 2 ഗ്രൂപ്പുകൾക്ക് 2-3 ഗ്രൂപ്പുകൾക്ക് ഇത് അവർക്ക് കൃത്യമായ രീതിയിൽ പൂ കിട്ടിയില്ല. കാരണം ഓണൊക്കെ കഴിഞ്ഞിട്ടാണ് പൂ ഉണ്ടായത്. ഇതിലെന്താ വെച്ചറിയോ, പിന്നെ കുറച്ച് ഒരു ആൾക്ക് മാത്രമാണ് വളരെ മുന്നേ പൂ കിട്ടൂ എന്ന് പറഞ്ഞത്. അതെന്താ വെച്ചാല് നമ്മൾ ഈ കത്തിച്ച് പറമ്പൊക്കെ കത്തിച്ച് ചുട്ടിട്ടൊക്കെ തൈ നടന്ന സമയത്ത് വെണ്ണീറിന്റെ അംശം കൂടുതലുണ്ടാവും. പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന ചാണകപ്പൊടിയിലും ചിലപ്പോൾ വെണ്ണീറിന്റെ അംശം കൂടുതലുണ്ടാവും. ഈ വെണ്ണീറിന്റെ അംശം കൂടുതലുള്ള ചാണകപ്പൊടി, പൊട്ടാഷിന്റെ അംശം കൂടുതലുള്ള ചാണകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെടിക്ക് വേഗത്തിൽ മൂപ്പ് വരികയും വേഗത്തിൽ പൂ വരികയും ചെയ്യും. അപ്പൊ നമ്മൾ വളം കൃത്യമായിരിക്കണം കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് പാളിച്ചവർ എത്ര കൃത്യം മൂപ്പുള്ള തൈ കുഴിച്ചിട്ടാലും ഫെയിലിയർ ആവുന്നത് ഈ വളം, ഒന്നുകിൽ നമ്മളെ മണ്ണിലുള്ള വളം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം, അല്ലെങ്കിൽ കൊടുക്കുന്ന വളത്തിന്റെ അളവും സമയവും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയും ധാരാളം ഉണ്ട്, അതൊക്കെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്യുക. പിന്നെ ഇക്കൊല്ലം കൃഷി ചെയ്യുന്ന പുതിയ അംഗങ്ങൾ വല്ലവരും ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ അതിന് വേണ്ട അഡ്വൈസ് തരാം. അവർക്ക് നമ്മളെ ചാനലിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അവരോട് ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ മാത്രം വിളിച്ച് ചോദിക്കാൻ പറയുക. താങ്ക്